വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കൃപയാൽ നമുക്ക് ഒരുമിച്ച് ഈ പ്രാരം ദൈവസനിലായിരിക്കാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ച വിധത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നത് എഫോദ് എന്നുള്ള വിഷയമാണ്. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടെ ആ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ശബ്ദമുയർത്തിയ വാക്യം ഒന്ന് വായിച്ച് എല്ലാവർക്കും ഒരുമിച്ച് ശബ്ദമുയർത്തി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ആ വാക്യം വായിക്കാം. നമ്മൾ വായിക്കുന്നത് പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഒരുമിച്ച് ശബ്ദമുയർത്തി നമുക്ക് വായിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുവാനിടയായിത്തീർന്ന എഫോദ് എന്നുള്ളതായിരിക്കുന്ന പുരോഹിതൻ്റെ മഹാപുരോഹിതൻ്റെ വസ്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. അതിൽ പ്രധാനമായിട്ട് എങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. പ്രധാനമായിട്ട് 4-5 വിധമായിരിക്കുന്ന മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. അതിനെ പ്രധാനമായിട്ട് നമ്മൾ 2 ഭാഗങ്ങളായിട്ട് തിരിച്ചു. 2 ഭാഗങ്ങൾ, 1 പൊന്ന്, 2 നൂല്. ഈ 2 ഭാഗങ്ങളായിട്ട് തിരിച്ചു. 4 വിധ നിറങ്ങളോട് കൂടിയ നൂലാണ് അതിന് ഉപയോഗിക്കുന്നത്. നീലനൂൽ, ചുവപ്പ് നൂൽ, ചുവപ്പ് നൂൽ, പെരിച്ച പഞ്ഞനൂൽ. ഈ 4 വിധ നിറങ്ങളോട് കൂടിയുള്ള നൂല് അതോടുകൂടെ പൊന്ന് ചേർത്ത് പൊന്ന് തകിടുകളാക്കി പൊന്ന് നേരിയ നൂലാക്കി അതോടെ ഒരുമിച്ച് നെയ്യുന്നതാണ് ഈ എഫോദ് എന്ന് പറയുന്നത്. എഫോദിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. എഫോദിൻ്റെ ഈ പ്രധാനപ്പെട്ട വസ്ത്രത്തിൻ്റെ ഒന്നാമത്തെ പാർട്ട് നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നത് ഈ മെറ്റീരിയൽ പ്രധാനമായിട്ട് ഈ നൂല് 4 വിധ നൂലുകൾ വേറെ സ്ഥാനത്ത് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. എവിടെയാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ഈ 4 നൂലുകൾ ചേർത്ത ഒന്ന് ദേവാലയത്തിൻ്റെ കർട്ടൻസ്. പ്രധാനമായിട്ട് ദേവാലയത്തിൻ്റെ സമാഗമന കൂടാരത്തിൻ്റെ വാതിലുകൾക്ക് ഉപയോഗിക്കപ്പെട്ടതായിരിക്കുന്ന 4 വിധ മെറ്റീരിയലാണ് മഹാപുരോഹിതൻ്റെ എഫോദ് എന്നുള്ള അങ്കിക്ക് ഉപയോഗിക്കപ്പെട്ടതെന്ന് നമ്മൾ കാണുകയുണ്ടായി. അതിൽ ഒന്ന് നമ്മൾ ചിന്തിച്ചു, ഒരു പാർട്ട് പൊന്ന്, മറ്റത് നൂല്. ഈ പൊന്ന് ഡിവൈനിറ്റിയെ വെളിപ്പെടുത്തുമ്പോൾ നൂല് എർത്തിലി മാനുഷികതയെ വെളിപ്പെടുത്തുന്നു. അതിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാനുഷികതയും ദൈവത്തോട് വെളിപ്പെടുത്തുന്നു. ഈ 4 കളർ 4 കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. പെട്ടെന്ന് ഓർമ്മയുള്ളവർ പറഞ്ഞാട്ട് 4 നിറങ്ങൾ. അതല്ല ഞാൻ ചോദിച്ചത്. ബ്ലൂ ഡിവൈനിറ്റി, ദൈവത്വത്തെ ചൂണ്ടിക്കാണിക്കുന്നു. പർപ്പിൾ റോയൽ കളർ എന്തിനെ ചൂണ്ടിക്കാണിക്കുന്നു? യേശു ക്രിസ്തു രാജാവെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. 3 റെഡ്, ബുക്ക് കയ്യിലുള്ള വലിയ അനുഗ്രഹമല്ലേ. ദ ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിൻ്റെ രക്തത്തെ ചൂണ്ടിക്കാണിക്കുന്നു. അത് ഏതിനെ കുറിക്കുന്നു? യേശു ക്രിസ്തുവിൻ്റെ ദാസവേഷത്തെ ചൂണ്ടിക്കാണിക്കുന്നു. നെക്സ്റ്റ് വൈറ്റ്, പ്യൂരിറ്റി, അത് യേശു ക്രിസ്തുവിൻ്റെ മാനുഷികതയെ ചൂണ്ടിക്കാണിക്കുന്നു. നമ്മൾ ഈ വിഷയങ്ങൾ ചിന്തിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു. എഫോദ് എന്ന് പറയുന്നത് 2 പീസുകളാണ്, എന്നാൽ ഒറ്റ പീസായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് തോൾ ഭാഗം. തോൾ ഭാഗത്ത് ആ 2 പീസുകളും കൂടെ നീല നൂൽ കൊണ്ട് ഒന്നിപ്പിച്ച് ബന്ധിച്ചു വച്ചിരിക്കുകയാണ്. ഈ ഇപ്രകാരം ബന്ധിച്ചു വച്ചിരിക്കുന്നതിന് മുകളിൽ പൊന്നുകൊണ്ട് ഒരു പന്തളമുണ്ട്. അതിൽ പതിക്കപ്പെട്ടിരിക്കുന്ന 2 കല്ലുകൾ. അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കൊണ്ട് അവസാനിപ്പിക്കുവാൻ ഇടയായിട്ടുള്ളത്. 2 ഗോമേദക കല്ലുകൾ. ആ ഗോമേദക കല്ലുകളെ കുറിച്ച് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി. എന്താണ് അതിൽ രേഖപ്പെടുത്തേണ്ടത്? നമ്മൾ ആദ്യം ചിന്തിച്ചത് ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേരുകൾ അവരുടെ ജനനക്രമത്തിൽ രേഖപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. കരങ്ങളുയർത്തി ദൈവത്തെ ഹല്ലേലൂയ പറഞ്ഞാട്ടോ ശക്തിയോടെ. 12 പേരുടെ പേരുകൾ ഈ ഗോമേദക കല്ലിൽ എഴുതപ്പെടേണ്ടത് ആവശ്യമാണ്. ഒന്ന്, ആദ്യത്തെ കല്ലിൽ 6 ഗോത്രങ്ങളുടെ പേരും, രണ്ടാമത്തെ കല്ലിൽ തുടർന്നുള്ള 6 ഗോത്രങ്ങളുടെ പേരും. പക്ഷെ ഒരു കാര്യം ദൈവം കൽപ്പിക്കുകയുണ്ടായി. എങ്ങനെയായിരിക്കണം എഴുതണമെന്ന് പറഞ്ഞത്? അത് ജനനക്രമത്തിലായിരിക്കണം. നമ്മൾ നെക്സ്റ്റ് വിഷയം നമ്മൾ പഠിക്കുമ്പോൾ കൂടുതലായിട്ട് ആ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കും. ജനനക്രമത്തിൽ അത് രേഖപ്പെടുത്തണം. എന്തുകൊണ്ട് ജനനക്രമത്തിൽ രേഖപ്പെടുത്തണമെന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇത് മഹാപുരോഹിതൻ ദൈവത്തിൻ്റെ സന്നിധാനത്തിലേക്ക് കടക്കുമ്പോൾ
നിങ്ങൾക്കറിയാം, ആണ്ടിലൊരിക്കൽ ധൂപപീഠത്തിന് മുൻപിൽ പതിവായിട്ട് ധൂപപീഠത്തിന് മുൻപിൽ മഹാപുരോഹിതൻ നിൽക്കുമ്പോൾ ആ മഹാപുരോഹിതന്റെ തോളിൽ വെക്കപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങളാണ് ഈ 2 ഗോമേദക കല്ലുകൾ. ഈ ഗോമേദക കല്ലിൽ എഴുതപ്പെട്ടത് ഇസ്രായേൽ മക്കളുടെ ജനനക്രമത്തിലുള്ള പേരുകളാണ്. അതിൽ കൂടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി, ഈ മഹാപുരോഹിതന്റെ ചുമലിൽ ഇരിക്കുന്ന പേരുകൾ അത് സാധാരണപ്പെട്ട ജനങ്ങളുടെ അല്ല, പിന്നെയോ ജനനക്രമത്തിൽ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ജനനം പ്രാപിച്ചവരുടെ പേരുകളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ കൂടെ നമ്മൾ ഒരു വലിയ വിഷയത്തിലേക്ക് കടന്നു വന്നു. കർത്താവായ യേശുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ഇന്ന് ലോകത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയല്ല, പാപികൾക്ക് വേണ്ടിയല്ല, പിന്നെ ആർക്ക് വേണ്ടിയാണ് നമ്മൾ ചിന്തിച്ചു? വിശ്വാസികൾക്ക് വേണ്ടി മാത്രമാണ്. യേശു ഇന്ന് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമാണ്. വിശ്വാസികളെയാണ് കർത്താവായ യേശു തൻ്റെ ചുമലിൽ വഹിച്ചിരിക്കുന്നത്. അവരുടെ പേരുകൾ യേശു ചുമലിൽ വഹിക്കുന്നു. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ വിഷയത്തിലേക്ക് ഇന്ന് രാത്രി നമ്മൾ കടക്കുവാൻ പോകുകയാണ്. രണ്ടാമത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഈ 12 പേരുകളും ഈ 2 ഗോമേദക കല്ലുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ 12 പേരുകളും അഹരോൻ എന്നുള്ള പുരോഹിതന്റെ ചുമലിലിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം. ഇവരുടെ 12 പേരുകളും അഹരോന്റെ ചുമലിലിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതിൽ നമ്മൾ കാണുന്നത് അഹരോൻ ദൈവത്തിന്റെ സന്നിധാനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, വായിച്ചാട്ട് അതിൻ്റെ 12ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്, അവരുടെ പേർ ഓർമ്മയ്ക്കായി തന്നെ 2 ചുമൽമേലും വഹിക്കണം. ഇവിടെ അഹരോന് ആ ഗോമേദക കല്ലുകളിൽ ഈ 12 ഗോത്രങ്ങളുടെ പേരുകൾ രേഖപ്പെടുത്തുവാനുള്ള കാരണം അഹരോൻ ഇത് ഓർമ്മയ്ക്കായി ചെയ്യുകയാണ്. ഈ 12 പേരുകളെയും അഹരോൻ ഓർക്കുന്നു. എവിടെ ഓർക്കുന്നു? ദൈവ സന്നിധാനത്തിൽ ഓർക്കുന്നു. ഇതിൽ കൂടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് വാസ്തവത്തിൽ ഈ കല്ല്, തൻ്റെ തോളത്ത് ഇരിക്കുന്ന കല്ലുകൾ അഹരോന് ഒരു ഭാരമാണ് എന്ന് പറഞ്ഞാൽ അഹരോന്റെ ഒരു വലിയ ഉത്തരവാദിത്വത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ വിഷയം ഞാൻ മാറ്റുന്നതായിരിക്കും. ഇവിടെ നമ്മൾ കാണുന്നത് അഹരോന് ഈ ജനത്തെക്കുറിച്ച്, ഈ 12 ഗോത്രങ്ങളെക്കുറിച്ച് ദൈവ സന്നിധാനത്ത് നിൽക്കുമ്പോൾ അഹരോൻ എന്നുള്ള മഹാപുരോഹിതന് ഒരു വലിയ ഭാരമുണ്ട്. ഈ ജനത്തിൻ്റെ ഭാരം അഹരോൻ വഹിക്കേണ്ടതാണ്. ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്ന പോയിന്റ്, അഹരോൻ ഈ ജനത്തിൻ്റെ ഭാരം വഹിക്കേണ്ടതാണ്. അഹരോൻ ദൈവ സന്നിധാനത്ത് നിൽക്കുമ്പോൾ ഈ 12 പേരുകളെയും തൻ്റെ ചുമലിൽ വഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ 12 പേരുകൾ അഥവാ ഇസ്രായേൽ ഗോത്രത്തിൻ്റെ ഭാരമാണ് തൻ്റെ ചുമലിൽ വഹിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ദൈവസന്നിധിയിൽ നിൽക്കുന്ന സ്ഥാനത്ത്, ദൈവസന്നിധാനത്ത് നിൽക്കുമ്പോൾ ആരെ റെപ്രസെന്റ് ചെയ്യുന്നുവോ അവരുടെ ഭാരം ആ പുരോഹിതൻ വഹിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ശ്രദ്ധിക്കണേ, പോയിന്റ്, ആരെ റെപ്രസെന്റ് ചെയ്യുന്നുവോ, പുരോഹിതൻ ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ആ വ്യക്തികളുടെ ഭാരം, ആ വ്യക്തികളെ കുറിച്ചുള്ള ഭാരം പുരോഹിതൻ വഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ പുരോഹിതൻ ദൈവസന്നിധാനത്തിൽ കടന്നു ചെല്ലുമ്പോൾ വളരെ ഈസി ആയിട്ടല്ല കടന്നു ചെല്ലുന്നത്, പിന്നെയോ ഈ ജനത്തിന്റെ ഭാരവുമായിട്ടാണ് ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുന്നത്. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നി, എവിടെയോ ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയുണ്ടായി, മോശയെക്കുറിച്ച്. ഒരു പുരോഹിതന്റെ 2 വശങ്ങളെയാണ് മോശയുടെ ആ ഒരു പ്രവർത്തനത്തിലൂടെ കാണുന്നത്. ഏതാണെന്ന് നിങ്ങൾക്കറിയാം, മോശ ദൈവത്തോടു കൂടെ 40 ദിവസമായിരുന്ന് താഴേക്ക് കടന്നു വരുമ്പോൾ ഇവര് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു കാഴ്ച കണ്ടു. കാളക്കുട്ടിയെ ആരാധിക്കുന്നു. മോശ എന്ത് ചെയ്തു? മോശ ചെയ്തത് നേരെ ദൈവം തന്നതായിരിക്കുന്ന ആ കൽപ്പലകയെ അത് പൊട്ടിച്ചു കളഞ്ഞിട്ട് ഈ കാളക്കുട്ടിയെ ഇടിച്ച് പൊടിയാക്കി അത് ഇസ്രായേൽ മക്കളെ മുഴുവനായിട്ട് കുടിപ്പിച്ചു. എന്നിട്ട് മോശ ചെയ്ത അടുത്ത ക്രിയയാണ് വളരെ പ്രാധാന്യം. ദൈവ സന്നിധാനത്തിൽ ചെന്നിട്ട് ദൈവത്തോട് മോശ പറയുന്നു, ദൈവമേ, ഈ ജനത്തിന്റെ പാപം നീ ക്ഷമിക്കണം, അല്ലെങ്കിൽ എൻ്റെ പേര് ആ ജീവന്റെ പുസ്തകത്തിൽ മാറ്റണം. നിങ്ങൾ ശ്രദ്ധിക്കണം, 2 വ്യത്യസ്ത രീതികളിലാണ് ആ ശുശ്രൂഷ കടന്നു പോകുന്നത്. ജനത്തിന്റെ മുൻപ് ജനമാണ് പാപം ചെയ്തത്. ഈ ജനം പാപം ചെയ്തപ്പോൾ മോശ ജനത്തിന് മുൻപാകെ വളരെ കർക്കശമായിട്ട് ഇടപെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഒരല്പം പോലും മയം മോശ കാണിച്ചില്ല. ഒരല്പം പോലും മറ്റ് യാതൊരു രീതിയിലും ഒന്ന് മയപ്പെടുത്തുന്ന ഒരു അനുഭവം മോശയ്ക്കില്ലായിരുന്നു. പിന്നെയോ ജനത്തെ നിർബന്ധമായിട്ട്
അത് എത്രമാത്രം വലിയ തെറ്റാകുന്നുവോ ആ തെറ്റിന് അനുസരണമായിട്ട് ശിക്ഷിക്കുവാൻ തക്കവണ്ണം മോശയ്ക്ക് സാധ്യമായി. എന്നാൽ ദൈവസന്നിധാനത്തിൽ കടന്നു നിന്നപ്പോൾ ഈ ജനത്തെ ശിക്ഷിക്കുവാനുള്ളൊരു മനസ്സായിരുന്നില്ല മോശയ്ക്ക് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ മോശയ്ക്ക് എന്താ ഉണ്ടായിരുന്നത്? അവിടെ മോശ ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, ഈ ജനത്തിൻ്റെ പാപം നീ അവരോട് ക്ഷമിക്കണമേ. നിങ്ങൾ മനസ്സിലാക്കിയോ? രണ്ട് വ്യത്യസ്ത രീതികളിലാണോ ശുശ്രൂഷ കടന്നു പോകുന്നത്? ജനത്തിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോൾ ജനത്തെ വളരെ ക്ലിയറായിട്ട് ശാസിക്കുന്നു, ക്ലിയറായിട്ട് തർജ്ജനം ചെയ്യുന്നു. എന്നാൽ ഇതേ പാപത്തിന് വേണ്ടി ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ മോശ ചെയ്യുന്നത് ഈ ജനത്തിന് വേണ്ടി മോശ എന്ത് ചെയ്യുന്നു? ഇടിവിൽ നിൽക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു ഭാഗം. മോശ ഇടിവിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ മോശയ്ക്ക് വേണമായിരുന്നു, നിങ്ങൾ പറയാമായിരുന്നു, ദൈവം മോശയോട് പറഞ്ഞു, മോശേ, ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കുവാൻ പോകുക എന്ന് പറഞ്ഞപ്പോൾ മോശയ്ക്ക് വേണമായിരുന്നു നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാമായിരുന്നു. എന്നാൽ മോശ ചെയ്ത ഒരു കാര്യമുണ്ട്, ഈ ജനത്തിൻ്റെ ഭാരം താൻ സ്വയമായിട്ട് ഏറ്റെടുക്കുക, ഈ ജനത്തിൻ്റെ പാപം താൻ സ്വയമായിട്ട് ഏറ്റെടുക്കുക, ഈ ജനം ചെയ്തുമായിരിക്കുന്ന തെറ്റ് താൻ സ്വയമായിട്ട് ഏറ്റെടുക്കുക. ശ്രദ്ധിക്കണേ നിങ്ങൾ ഈ പറയുന്ന വേർഡ്, ഈ ജനം ചെയ്ത തെറ്റ് താൻ സ്വയമായിട്ട് ഏറ്റെടുക്കുക. എന്താ മോശ ദൈവത്തോട് പറയുന്നത്? ദൈവത്തോട് പറയുന്ന, കർത്താവേ, നീ അവരുടെ പാപം നീ ക്ഷമിക്കണം, അല്ലെങ്കിൽ നീ എഴുതിയ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേരും കൂടെ നീ എന്ത് ചെയ്യണം? മായിച്ചു കളയണം. എന്താ മോശ ഇവിടെ ദൈവത്തോട് പറഞ്ഞത്? ദൈവമേ, ഞാൻ അവർക്ക് വേണ്ടി ആരാകുവാൻ ആഗ്രഹിക്കുന്നു? ശാപഗ്രസ്തമാകുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി ശാപഗ്രസ്തനായി തീരുവാനാകും. എന്നാൽ മനസ്സിലാക്കണം, ജനത്തിന് മുൻപിൽ ചെന്നപ്പോൾ മോശയുടെ പ്രവൃത്തി അതായിരുന്നില്ല. ജനത്തോട് മോശ വളരെ കർക്കശമായിട്ട് ഇടപെട്ടു. എന്നാൽ ദൈവസന്നിധാനത്തിൽ ചെന്നപ്പോൾ ഈ മോശയുടെ ചുമലിൽ ആരിയ്ക്കുക? മനസ്സിലാക്കുന്നുണ്ടോ ഈ ഞാൻ പറഞ്ഞ ഭാഗങ്ങൾ രണ്ടും? ഈ മോശയുടെ ചുമലിലാണോ ഈ ജനം ഇരിക്കുന്നത്? ഈ ജനമെന്ന് പറയുന്നത് മോശയ്ക്ക് ഒരു ഭാരമാണ്. കാരണം മോശയ്ക്കറിയാം, ഈ ജനത്തെ വഹിക്കേണ്ട ഒരു ചുമതലയാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണമേ, ശുശ്രൂഷ രണ്ട് വ്യത്യസ്തമായിരിക്കുന്ന മേഖലകളിലായിരിക്കും പോകുന്നത്. ഒരു ദൈവ പൈതൽ വാസ്തവത്തിൽ ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളെ ഒരു രീതിയിൽ തെറ്റ് കാണിക്കുമ്പോൾ അവരെ തീർച്ചയായിട്ടും കർക്കശകരമായിട്ട് അല്ലെങ്കിൽ ശാസിച്ചാൽ തന്നെയും ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കടന്നു ചെല്ലുമ്പോൾ ഇതല്ല അവരുടെ വിഷയം. ദൈവമേ, നീ അവനോട് ക്ഷമിക്കണമേ. ഇതായിരിക്കണം അവരുടെ ആറ്റിറ്റ്യൂഡ്. മനസ്സിലാവുന്നോ നിങ്ങൾക്ക് ആറ്റിറ്റ്യൂഡ്? രണ്ടാമത്തെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ദൈവമേ, അവരോട് ക്ഷമിക്കണം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ, ആരുടെയും ജീവിതത്തിൽ ഒരു കുറ്റമില്ലെന്ന് നമുക്ക് പറയുവാൻ സാധ്യമല്ലെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിൻ്റെ തോളിൽ ഞാൻ ഇരിക്കുന്നത് കൊണ്ട് യേശു ബാലശിക്ഷ നൽകുന്ന അപ്പനാണെങ്കിലും ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ചെല്ലുമ്പോൾ യേശു എന്ത് ചെയ്യുക? എനിക്ക് വേണ്ടി യേശു എന്ത് ചെയ്യുന്നു? എന്നെ നിലനിർത്തുവാനുള്ള ഭാരമാണോ കർത്താവ് വഹിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, ജനത്തോടുള്ള യേശുവിൻ്റെ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ജനത്തോടുള്ള പുരോഹിതൻ്റെ ആറ്റിറ്റ്യൂഡ്, അതുപോലെ ദൈവത്തിൻ്റെ മുൻപാകെ ഈ ജനത്തിന് വേണ്ടിയുള്ള പുരോഹിതൻ്റെ ആറ്റിറ്റ്യൂഡ്, രണ്ട് വ്യത്യസ്ത നിലവാരമാണ്. ദൈവത്തിന് മുൻപാകെ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് ജനത്തോട് കാണിച്ചു കഴിഞ്ഞാൽ നാളെ ഈ ജനം തലക്കേറി നിറങ്ങും. അതുകൊണ്ട് എന്ത് വേണം? രണ്ടുപേരോടും രണ്ടായിട്ട് തർജ്ജനം ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്ന പോലെ തന്നെ അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. ഇതിൽ കൂടെ ഒന്നാമത് കർത്താവിൻ്റെ ഒരു പ്രവർത്തനത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. ഇവിടെ നമ്മൾ കാണുന്നത്, ഈ ജനത്തിന് വേണ്ടി യേശു അല്ലെങ്കിൽ മഹാപുരോഹിതൻ ഈ ജനത്തെ വഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, മഹാപുരോഹിതൻ വഹിച്ചുകൊണ്ട് നിൽക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? വെറുതെ ഈ ജനത്തെ വഹിച്ചുകൊണ്ട് നിൽക്കുവാൻ സാധ്യമല്ല. പിന്നെയോ ഈ ജനത്തെ വഹിച്ചുകൊണ്ട് നിൽക്കണമെങ്കിൽ മഹാപുരോഹിതനോ ഈ ജനത്തെക്കുറിച്ച് എന്തുണ്ടാകണം? ഒരു ഭാരം ഉണ്ടാകേണ്ടത് ആവശ്യം. ഭാരം ഉണ്ടാകുക എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിയലായിട്ടുള്ള വിഷയം, ഏതോ ഒരു വേദന ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാകണം? എന്തായിരിക്കണം അവസ്ഥ? ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വ്യക്തി കഷ്ടപ്പെടുമ്പോൾ ആ കഷ്ടപ്പെടുന്ന വ്യക്തിക്ക് വേണ്ടി ഭാരത്തോടെ പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് ആ വ്യക്തിയുമായിട്ട് എന്തോ ഉണ്ടായിരിക്കണം? എന്ത് ബന്ധം? സ്നേഹമുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഭാരത്തോടുകൂടെ ദൈവസന്നിധാനത്തിൽ നിലവിളിക്കണമെങ്കിൽ വളരെ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്
സ്നേഹമെന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാക്കുക. വായിച്ചോട്ട് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാമത്തെ വാക്യം. കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഒരു വേർഡ്, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ എന്ത് ചെയ്യുന്നു? ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. മോർ ദാൻ ഹിസ് ലൈഫ്, തൻ്റെ ജീവനേക്കാൾ ഉപരിയായിട്ട് യേശു എന്ത് സ്നേഹിച്ചു? ആടുകളെ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്ന വേർഡ്, തൻ്റെ ജീവനേക്കാൾ ഉപരിയായിട്ട് യേശു ആരെ സ്നേഹിച്ചു? ആടുകളെ സ്നേഹിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, ഈ ലോകത്തിൽ കർത്താവായ യേശു ആയിരിക്കുമ്പോൾ ഈ യേശു ഈ ലോകത്തിൽ വെച്ച് തൻ്റെ ജീവനേക്കാൾ ഉപരിയായിട്ട് ആടുകളെ സ്നേഹിച്ചു എങ്കിൽ ഇന്ന് ദൈവസന്നിധിയിൽ നിൽക്കുന്ന നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ എത്രയധികമായിട്ട് നമുക്ക് വിടുതൽ ചെയ്യും എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ദൈവസന്നിധാനത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്ന കർത്താവായ യേശു വഹിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തു വരുന്നില്ല? ഏത് വിധേനയും രക്ഷിപ്പാൻ അവൻ കഴിവുള്ളവനാണ്. വായിച്ചാട്ടൊരു വാക്യം കൂടെ, ജോൺ ചാപ്റ്റർ 10:14, യോഹന്നാൻ 10:14. പ്രൈസ് ഗോഡ്. അവിടെ പറയുന്നു, എനിക്കുള്ളവ എന്നെ അറിയുകയും ഞാൻ അവയെ അറിയുകയും ചെയ്യും. ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്, ഒരു മ്യൂച്വൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആരുമായിട്ടുണ്ട്? എനിക്കുള്ളവയുമായിട്ട് കർത്താവായ യേശുവിന് ഉണ്ട് എന്ന് കാണുവാൻ സാധിക്കും. പിതാവ് എന്നെ അയച്ചു, ഞാൻ എൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നു, അതുപോലെ പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ പോലെ എൻ്റെ ആടുകൾ. അവിടെ വായിച്ചട്ടാ ബാക്കി ഒരിക്കൽ കൂടെ പറഞ്ഞാൽ, പിതാവിനെ അറിയുകയും ഞാൻ എനിക്കുള്ളവയെ അറിയുകയും, പ്രൈസ് ഗോഡ്, എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. അപ്പോൾ എനിക്കുള്ളവ എന്ന് പറയപ്പെടുവാൻ സാധിക്കുന്നവരെ കർത്താവ് അറിയുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഒന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കർത്താവ് നമ്മെ അറിയുന്നു എന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മളെ അറിയുവാൻ സാധിക്കുമോ? കർത്താവ് നമ്മളെ അറിയുന്നുവോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിലെ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, കർത്താവ് നമ്മെ അറിയുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ കർത്താവ് നമ്മെ അറിയുന്നത് കൊണ്ട് നമുക്ക് എന്ത് ഗുണമുണ്ട്? ദൈവം നമ്മെ അറിയുന്നത് കൊണ്ട് ഈ അറിയുന്നവനാകുന്ന ദൈവം എൻ്റെ ആഫ്റ്റർ ഓൾ എൻ്റെ അവസ്ഥ എന്ത്, എൻ്റെ ഉള്ളിലിരിപ്പ് എന്ത്, എൻ്റെ പുറമേയുള്ള പ്രവർത്തനം എന്ത്, എല്ലാം നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ഈ അറിയാവുന്ന കർത്താവാണ് ഇപ്പോൾ എവിടെ നിൽക്കുന്നത്? ദൈവത്തിൻ്റെ മുൻപാകെ നിൽക്കുന്നത്. അപ്പോൾ എന്നെ ആകമാനം അറിയാവുന്ന ഒരു കർത്താവ്, എന്നെ പൂർണ്ണമായിട്ട് അറിയാവുന്ന ഒരു കർത്താവ്, എൻ്റെ ഉള്ളത്തുക അറിയാവുന്ന ഒരു കർത്താവ്, ആ കർത്താവാണ് ഇന്ന് എനിക്ക് വേണ്ടി പിതാവിൻ്റെ മുൻപിൽ മധ്യസ്ഥ വഹിച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് എന്താ എനിക്കുള്ള ഗുണമെന്ന്? അവൻ്റെ തോളിൽ അവൻ എന്നെ ഭാരത്തോടെ വഹിച്ചിരിക്കുകയാൽ, അവൻ്റെ ഒരു ഭാരമായിട്ട് ഞാൻ മാറിയിരിക്കുകയാൽ, അവൻ്റെ ഒരു വേദനയായിട്ട്, അവൻ്റെ ഒരു എന്നെ ചുമക്കുന്ന ഒരു കർത്താവായിട്ട് അവൻ തീർന്നിരിക്കുകയാൽ, അല്ലെങ്കിൽ എന്നെ ഭാരത്തോടുകൂടെ അവൻ വഹിച്ചുകൊണ്ടിരിക്കുകയാൽ എന്താ ഒരു ഗുണമുള്ളത്? ഒരിക്കൽ പോലും എന്നെ കൈവിട്ട് കളയാതെ നമ്മെ അവിടെ നിലനിർത്തുവാനായിട്ട് സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ആ തോളിലായിരിക്കുന്നത്. ഒരു വാക്യം കൊണ്ട് വായിച്ചാട്ട് എബ്രായ ലേഖനം 13-ാം അധ്യായം 7-ാമത്തെ വാക്യം. Hebrews chapter 13 verse 17, 17-ാമത്തെ വാക്യം. അവിടെ ദൈവം മറുവശത്തെക്കുറിച്ച് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം, റോമക്കലേഖനം 8-ാം അധ്യായം 34-ാമത്തെ വാക്യം. അവിടെ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം വഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അവൻ്റെ ചുമലിൽ നമ്മളെ വഹിച്ചിരിക്കുന്നതുകൊണ്ട്, അവൻ്റെ ഭാരം അവൻ ഏറ്റെടുക്കുന്നതുകൊണ്ട്, ആ സ്നേഹത്തോടുകൂടെ അവൻ നമ്മെ കരുതും. നമുക്ക് വേണ്ടി പക്ഷപാതം വഹിക്കുന്നതുകൊണ്ട് നമുക്കുള്ളൊരു ബെനിഫിറ്റാണ് നമ്മുടെ നിലനിൽപ്പ് അവിടെ നിൽക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമ്മൾ ആയിരിക്കുന്നു എന്നുള്ളത് അതിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പദവിയാണ്. മൂന്നാമത് എന്താണ് ഈ തോൾ വെളിപ്പെടുത്തുന്നത്? സ്ട്രെങ്ത്, അധികാരത്തെ, അതോറിറ്റിയെ വെളിപ്പെടുത്തുന്നു. വായിച്ചോട്ട് യെശയ്യാ 19-ാം അധ്യായം 6-ാമത്തെ വാക്യം. യെശയ്യാവ് 9:6. ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും. അപ്പോൾ തോളിൽ ഇരിക്കുന്ന എന്താണോ? അധികാരം ഇരിക്കുന്നു. അപ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരത്തെ അവിടെ ചൂണ്ടിക്കും. ഞാൻ ആദ്യം പറഞ്ഞ വിഷയം നിങ്ങൾ
മറന്നു കളയരുത്. രണ്ടാമത് ഞാൻ പറഞ്ഞത്, ഈ തോളിൽ വെച്ചിരിക്കുന്ന കല്ലുകൾ, ഈ തോള് എന്തിനെ വെളിപ്പെടുത്തുന്നു? അധികാരത്തെ വെളിപ്പെടുത്തി. അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ തോളിൽ വെച്ചിരിക്കുന്ന കല്ലുകൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അധികാരത്തിലാണ് ആ കല്ലുകളെ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ കല്ലുകൾ അവിടെ ഇരിക്കുന്നത് കൊണ്ട് ചില പ്രത്യേകത കൊണ്ട്. എന്താ അതിൻ്റെ പ്രത്യേകത? ഒരു വാക്യത്തിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകട്ടെ. 10-ാം അധ്യായം, യോഹന്നാൻ 10-ാം അധ്യായം. അതിന് 28-ാമത്തെ വാക്യം, 28, 29, 30 വാക്യം. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. ശ്രദ്ധിക്കുക വേർഡ്, അവ ഒരു നാളും നശിച്ചു പോകത്തില്ല. അപ്പോൾ എന്താ അതിന്റെ കാരണം? തോളിൽ വഹിച്ചിരിക്കുന്നത് കൊണ്ട് അത് ഒരു നാളും നശിച്ചു എന്തുകൊണ്ട് നശിച്ചു പോകത്തില്ല? താഴോട്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്നോ പിടിച്ചു പറിക്കുകയില്ല. കാരണം ഒരു വ്യക്തിക്ക് പോലും യേശുവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? താഴെ ഒന്നാമത് പറയുന്നു, അതിന്റെ കാരണം പറയുന്നു, യേശുവിൻ്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു പറിപ്പാൻ കഴിയുകയില്ല. എന്താ അതിന്റെ കാരണം? ഒന്ന് പറഞ്ഞത്, അവയെ തന്നിരിക്കുന്ന പിതാവ് സകലരിലും വലിയവൻ. അപ്പോൾ ഈ ആടുകളെ യേശുവിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നത് ആരാ? ദൈവം, പിതാവാം ദൈവം. നിങ്ങൾ മനസ്സിലാക്കണം, പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും ദൈവത്തിൻ്റെ അടുക്കൽ വരുവാൻ സാധ്യമല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയത്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുവാനുള്ള കാരണം ഞാൻ വിശ്വസിച്ചത് കൊണ്ടല്ല. പിന്നെയോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിതാവ് ആകർഷിക്കുവാൻ ഇടയായിത്തീർന്നു. ദൈവത്താൽ ദൈവം എന്നെ ആകർഷിച്ചു. ദൈവത്താൽ ഞാൻ ആകർഷിക്കപ്പെടുവാൻ കാരണമായി തീർന്നു. ദൈവം എന്നെ ആകർഷിച്ചത് കൊണ്ടാണ് യേശുവിനെ കാണുവാനായിട്ട് ദൈവം എൻ്റെ ഹൃദയ കണ്ണുകൾ തുറന്നു തന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്താൽ ഞാൻ ആകർഷിക്കപ്പെട്ടത് കൊണ്ട് യേശുവിനെ കണ്ടുമുട്ടുവാൻ എനിക്കിടയായി. ഇവിടെ പറയുന്നു, അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് സകലരിലും വലിയവൻ. താഴത്തെ വാക്യം കൂടെ, നെക്സ്റ്റ്. പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ നമ്മൾ മനസ്സിലാക്കണം, ഒരു ദൈവ പൈതൽ എവിടെ ഇരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു ദൈവ പൈതലോ ദൈവത്തിൻ്റെ കരങ്ങളിലും യേശുവിൻ്റെ കരങ്ങളിലുമായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, അധികാരത്തിലാണോ യേശു നമ്മെ സൂക്ഷിച്ചിരിക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ അധികാരത്തിൽ നമ്മെ പരിപാലിച്ചിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ശക്തിക്കും എന്നെയോ നിങ്ങളെയോ തൊടുവാൻ സാധ്യമല്ല. ഒരു ശക്തിക്ക് പോലും അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ സാധ്യമല്ല. എന്തെല്ലാം ഈ ഭൂമിയിൽ സംഭവിച്ചാലും, ഏതെല്ലാം പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, എൻ്റെ ജീവിതത്തിൽ ബലഹീനത ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ബലഹീനത ഉണ്ട്. എങ്കിലും എന്നെ ഉള്ളതുപോലെ അറിയാവുന്ന ഒരു കർത്താവ് എനിക്ക് വേണ്ടി പിതാവിൻ്റെ വലതു ഭാഗത്ത് ഉള്ളത് കൊണ്ട്, അവൻ എനിക്ക് വേണ്ടി പക്ഷപാതം വഹിക്കുന്നുണ്ട്, അവൻ്റെ ചുമലിൽ എന്നെ വഹിച്ചിരിക്കുന്നുകൊണ്ട് ഒരു വ്യക്തിക്ക് പോലും എന്നെ തൊടുവാൻ സാധ്യമല്ല. ഒരു വ്യക്തിക്ക് പോലും. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ദൈവം നമ്മെ അവിടെ ചുമലിൽ വഹിച്ചിരിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തു പറയുന്നൊരു വേർഡുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 12-ാമത്തെ വാക്യം. കർത്താവായ യേശു പറയുന്നൊരു പ്രാർത്ഥനയാണ്. അവരോടുകൂടെ ഇരുന്നപ്പോൾ നീ അവരെ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ ഞാൻ എന്ത് ചെയ്തു? കാത്തുകൊണ്ടിരുന്നു. കർത്താവായ യേശു പറഞ്ഞു, നീ എൻ്റെ കയ്യിൽ തന്ന എല്ലാവരെയും ഞാൻ എന്ത് ചെയ്തു? കാത്തുകൊണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്ന ഒരു ഭാഗമായത്. യേശു പറയണം, നീ എനിക്ക് തന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ എന്ത് ചെയ്തു? കാത്തുകൊണ്ടിരുന്നു. അവരിലാരും എന്തായില്ല? നശിച്ചു പോയില്ല. നെക്സ്റ്റ് വേർഡ്. തിരുവഴുത്തിന് നിവർത്തി വരേണ്ടതിനോ പ്രൈസ് ഗോഡ്. ഇവിടെയാണ് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത. കർത്താവായ യേശു സൂക്ഷിക്കുക. എന്തുവാ യേശു ആരെയാ സൂക്ഷിച്ച്? അവിടെ യേശു പറഞ്ഞു, അവിടെ പിതാവേ, നീ എൻ്റെ കരങ്ങൾ തന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ നിന്റെ നാമത്തിൽ എന്ത് ചെയ്തു? കാത്തുകൊണ്ടേയിരുന്നു. എല്ലാവരെയും ഞാൻ കാവൽ ചെയ്തു. ഒറ്റ ഒരു വ്യക്തി പോലും അതിൽ നശിച്ചു പോകുവാൻ ഇടയായിത്തീർന്ന് ശ്രദ്ധിച്ചോണേ നിങ്ങൾ. എന്തുകൊണ്ട് നശിച്ചു പോയില്ല? ഒരു വേർഡിൽ കൂടെ ഞാൻ അത് വെളിപ്പെടുത്താം. കർത്താവായ യേശു പത്രോസിനോട് പറഞ്ഞു, ശിമോനെ, ഇന്ന് കോഴി കൂകും മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. എന്നിട്ട് കർത്താവായ യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കേണ്ടതിനോ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്താ അവിടെ? നാളുകൾക്ക് മുമ്പ് ശേഷം നടക്കേണ്ടതായിരിക്കുന്ന ഒരു സംഭവത്തിന് വേണ്ടി കർത്താവായ യേശു മുന്നമേ എന്ത് ചെയ്തു?
പക്ഷപാതം ചെയ്യും. സംഭവം നാളുകൾക്ക് ശേഷം നടക്കേണ്ടതാ, ചില മണിക്കൂറുകൾക്ക് ശേഷമാണ് നടക്കേണ്ടത്. ശിമോനെ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിനോ അനുവാദം ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. നിങ്ങൾ മനസ്സിലാക്കണേ, നമ്മളൊക്കെ നിലനിൽക്കുവാനുള്ള ഒരു കാരണമുണ്ട്. നമ്മുടെ അരുമരക്ഷിതാവായ യേശു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട്. നമ്മൾ ആരും ചിന്തിക്കരുത്, ചില പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഞാൻ മുൻപോട്ട് കടന്നുപോയത് എൻ്റെ സ്വന്തം കഴിവുകൊണ്ടാണ് ചിന്തിക്കരുത്. ഇത് ദൈവം നമ്മോട് കാണിച്ച കൃപയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയാണ് പല സന്ദർഭങ്ങളിലും നമ്മെ താങ്ങി നിർത്തുവാൻ കാരണമായിരിക്കുന്നത്. ബലഹീനരുടെ മധ്യത്തിൽ നമ്മെ പരിപാലിക്കുന്നത് അതാണ്. ഇവിടെ കർത്താവായ യേശു പറഞ്ഞു, പിതാവേ, നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ ഞാൻ അവരെ കാത്തുകൊണ്ടിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ യേശു കാത്തുകൊണ്ടിരുന്നുവെങ്കിൽ ഇന്ന് പിതാവിന് മുൻപിൽ അവൻ ആയിരിക്കുമ്പോൾ എത്രത്തോളം ആയിരിക്കും നമ്മെ കാവൽ ചെയ്യുന്നത്. അവിടെ താഴെ പറയുന്നു, അവരാരും എന്ത് സംഭവിച്ചിട്ടില്ല, നശിച്ചു പോയില്ല, എന്നാൽ ഒരുവൻ മാത്രം. അത് ആര്? ആ തിരുവെഴുത്തിന് നിവർത്തി വരേണ്ടതിനോ, അഥവാ ദൈവത്തിൻ്റെ വചനം നിവർത്തീകരിക്കപ്പെടേണ്ടതിനോ ആ നാശയോഗ്യനല്ലാതെ. നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവായ യേശുവിൻ്റെ കരങ്ങളിൽ ദൈവം ഫലമേൽപ്പിച്ച ഓരോ ആടുകൾ. നിങ്ങൾ മനസ്സിലാക്കണേ, ഞാൻ ഈ പറയുന്ന വേർഡ് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാനായിട്ട് പറഞ്ഞപ്പോൾ പണ്ട് യേശു ക്രിസ്തുവിൻ്റെ ഭാഗത്തു നിന്ന് അത്ഭുതം കണ്ട ചിലരെങ്കിലും അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് കാണുമായിരിക്കുക. എന്നാൽ ഈ വ്യക്തികളെ നോക്കിക്കൊണ്ട് കർത്താവായ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, അവരാരും നശിച്ചു പോയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന് ഒരു കാര്യം അറിയാം, ഇന്നല്ലെങ്കിൽ നാളെ അവരെല്ലാവരും എന്ത് ചെയ്യാൻ ഇടയായിത്തീരും, തിരിച്ച് കടന്നു വരുവാൻ ഇടയായിത്തീരും. നിങ്ങൾ മനസ്സിലാക്കണം, പത്രോസ് വീണ്ടും പഴയ മീൻപിടുത്തത്തിന് വേണ്ടി കടന്നുപോയി. യേശുവിന് ചിന്തിക്കാമായിരുന്നു, അവൻ നശിച്ചു പോയി ചിന്തിക്കാമായിരുന്നു. എന്നാൽ ഒരു കാര്യം പിന്നിലുണ്ടായിരുന്നു, യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥത പിന്നിലുണ്ടായിരുന്നത് കൊണ്ട് ഇവൻ മീൻ പിടിപ്പിക്കാൻ കടന്നുപോയെങ്കിലും അവൻ തിരിച്ച് ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. നിങ്ങൾ മനസ്സിലാക്കണേ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദാസൻ, ദൈവത്തിൻ്റെ മക്കൾ അവരുടെ പിന്നിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്നുവെങ്കിൽ അവർ നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുന്ന യോഗ്യന്മാർ നശിച്ചു പോകും, അത് സത്യമാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാത്ത ഒരു വ്യക്തി പോലും, ഒരു സിൻസിയർ ഹാർട്ടായിട്ടുള്ളവർ നശിച്ചു പോകുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. എന്ത് വേണമെന്നറിയാമോ? ഇതിൻ്റെ പിന്നിലാണ് പ്രാർത്ഥനയുടെ ശക്തി. കർത്താവായ യേശു അതാ ചെയ്തത്. തിരുവെഴുത്തിന് നിവർത്തി വരേണ്ടതിനോ ആ നാശയോഗ്യനല്ലാതെ അവരാരും നശിച്ചു പോയില്ല. എത്രമാത്രം കോൺഫിഡൻസോടുകൂടെ പറയുവാൻ ചില സമയത്ത് ഞാൻ ഇരുന്ന് നോക്കാറുണ്ട്, എൻ്റെ ദൈവമേ, ഏതെങ്കിലും ഒരു കാലത്ത് ഈ ഒരു വേർഡ് പറയുവാൻ സാധിക്കുമെങ്കിൽ എത്രമാത്രം ഗ്രേറ്റ് ആയിരിക്കും അത്. ദൈവം തന്നിരിക്കുന്ന ഒരാത്മാവ് പോലും നശിച്ചു പോയില്ല എന്ന് പറയപ്പെടുവാൻ സാധിക്കുമെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യത, ഒരു ആവശ്യകത എന്നാണെന്നറിയാമോ? ഇതിൻ്റെ പിന്നിൽ ഇവരെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു കൂട്ടം. ഇതാണ് അവരുടെ പിന്നാലെ കടന്നു ചെല്ലുന്നത്, അവരുടെ രക്ഷയിലേക്ക് അവരെ നയിക്കുന്നത്. എത്രമാത്രം നാശത്തിലേക്ക് കടന്നുപോയാലും തിരിച്ച് ദൈവം അവരെ മടക്കിക്കൊണ്ടുവരുവാൻ കാരണമായിരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ ആ വിഷയം ഞാൻ ഇവിടെ ചോപ്പിക്കട്ടെ. യേശു തൻ്റെ ചുമലിൽ നമ്മളെ വഹിച്ചിരിക്കുന്നുകൊണ്ട്, അവൻ്റെ അധികാരത്തിൻ കീഴിൽ നമ്മളെ സൂക്ഷിച്ചിരിക്കുന്നുകൊണ്ട്, അവൻ്റെ അധികാരത്തിൽ ഞാൻ ആയിരിക്കുന്നത് കൊണ്ട് ഞാനും നിങ്ങൾ നശിച്ചു പോകാനേ പോകുന്നില്ല, ഞാൻ നിങ്ങൾ തള്ളപ്പെട്ടു പോകുവാനേ പോകുന്നില്ല. പിന്നീട് എന്താ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ലഭിക്കുന്നത്? വായിച്ചാട് യൂദായുടെ പുസ്തകം 24-25 വാക്യം. വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് അവൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ളവനോ. അപ്പോൾ എങ്ങനെയാണ് നമ്മെ നിർത്തുവാൻ കഴിയുന്നത്? അവിടെ പറയുന്നു, വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിക്കുന്നവൻ. നമ്മൾ വീണു പോകുവാൻ ദൈവം അനുവദിക്കുന്നില്ല, വീണു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. ലോർഡ് വി താങ്ക് യു. എൻ്റെ ആത്മീയ ജീവിതത്തിൽ വീഴ്ചയിലേക്ക് കടന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. പലരുടെയും മുമ്പിൽ ഒരു വലിയ ചോദ്യമുണ്ട്, എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. നമ്മൾ വീഴുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, വീഴുവാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മൾ ദൈവത്തിന് മുൻപിൽ സിൻസിയർ ആയിരിക്കുന്നുവെങ്കിൽ വീഴാതവണ്ണം നമ്മെ നിർത്തുവാൻ അവൻ കഴിവുള്ളവനാ. വീഴാതവണ്ണം എങ്ങനെ കളങ്കമില്ലാത്തവരായി, എങ്ങനെ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ളവൻ. നിങ്ങൾ മനസ്സിലാക്കണം, ആ കർത്താവാണ് എന്നെ തൻ്റെ ചുമലിൽ വഹിച്ചിരിക്കുന്നത്, തൻ്റെ അധികാരത്തിന് കീഴിൽ എന്നെ വഹിച്ചിരിക്കുന്നത്. നിങ്ങളെ അടുത്ത വിഷയത്തിലേക്ക് ഞാൻ കൊണ്ടുപോകട്ടെ. നാലാമതായിട്ട്, എവിടെയാ ബിലീവേഴ്സ്? വേർ ആർ ദ ബിലീവേഴ്സ്?
നിങ്ങൾ മനസ്സിലാക്കണം, ആ വിശ്വാസികൾ അല്ലെങ്കിൽ ഇസ്രയേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേര് എവിടെ രേഖപ്പെടുത്തിയിരിക്കുക? ഗോമേദ കല്ല്. എന്താ ഗോമേദ കല്ലിൻ്റെ പ്രത്യേകത? ഗോമേദ കല്ലിൻ്റെ പ്രത്യേകത അതിൻ്റെ കളർ തന്നെ അഗ്നിജ്വാലയുടെ പ്രകാശമാണ്. ഇറ്റ്സ് ജസ്റ്റ് ഒരു അഗ്നിജ്വാല, ഒരു ഫയർ, ഒരു തീ പോലെയുള്ള പ്രകാശം, അല്ലെങ്കിൽ ഒരു തീനാളം പോലെയാണ് ഈ ഗോമേദ കല്ലുകൾ എന്ന് പറഞ്ഞാൽ, ഞാൻ വേറെ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ 12 ഗോത്രങ്ങളെയും അഥവാ വീണ്ടും ജനിക്കപ്പെട്ട 12 റെപ്രസെന്റ് ചെയ്ത 12 ഗോത്രങ്ങളും അവരായിരിക്കുന്നത് വളരെ സുഖകരമായിരിക്കുന്ന ഒരു സിറ്റുവേഷനിലല്ല. അവരെ വെച്ചിരിക്കുന്നത് ഗോമേദ കല്ലുകളിൽ. ദൈവത്തിന് വേണമായത് മറ്റേതെങ്കിലുമൊക്കെ കല്ലുകൾ വെക്കാമായിരുന്നു. ദൈവം ആഗ്രഹിച്ചത് മറ്റേതെങ്കിലും കല്ലുകളല്ല, ഒരു ഗോമേദ കല്ലുകൾ തന്നെയാണ് ദൈവം വെച്ചത്. എന്തിനാ ഗോമേദ കല്ലുകൾ ദൈവം വെച്ചത്? ദൈവത്തിന് അറിയാം ഒരു വിശ്വാസിയുടെ പൊസിഷൻ എവിടെയാണെന്ന് ദൈവത്തിന് അറിയാം. എവിടെയാ പൊസിഷൻ? ദൂരെ നിന്ന് ആ കല്ലിനെ നോക്കിയാൽ ഒറ്റ കാഴ്ചയെ കാണുന്നുള്ളൂ, ഒരു തീഗോളമാണ് അവിടെ കാണുന്നത്. കാരണം ഇത് അഗ്നിജ്വാലയ്ക്കൊത്ത പ്രകാശമാണ്. അപ്പോൾ അഗ്നിജ്വാലയുടെ നടുവിൽ നിൽക്കുന്നതായിരിക്കുന്ന 12 പേരുകളെയാണ് നമ്മളവിടെ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ വേർഡ്, അഗ്നിജ്വാലയുടെ നടുവിൽ നിൽക്കുന്ന 12 പേരുകളെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇവരെ നിർത്തിയിരിക്കുന്നത് അഗ്നിജ്വാലയുടെ നടുവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇവരുടെ പൊസിഷൻ എന്ന് പറയുന്നത് സുഖകരമായിരിക്കുന്ന ഒരു അവസ്ഥയിലല്ല, പിന്നെയോ ഇവര് പ്രതികൂലങ്ങളുടെ നടുവിലാണോ ഇവരായിരിക്കുന്നത്? അഗ്നിജ്വാലയുടെ നടുവിലാണ് അവരായിരിക്കുന്നത്. ഒരു വാക്യത്തിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകട്ടെ, പെട്ടെന്ന് നിങ്ങൾക്ക് ആ വിഷയം മനസ്സിലാക്കുവാൻ സാധിക്കും. വായിച്ചാട്ടോ, 1 പത്രോസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. 1 പത്രോസ് 4:12. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ. അപ്പോൾ ഇവിടെ നിൽക്കുന്ന വിശ്വാസികളെ നോക്കിക്കൊണ്ട് അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, നിങ്ങൾ നിൽക്കുന്ന എവിടെയാ നിൽക്കുന്നത്? എല്ലാം സുഖകരമായിരിക്കുന്ന ഒരു പട്ടുമെത്തയിലല്ല, എല്ലാം നന്നായിരിക്കുന്ന ഒരു സാഹചര്യത്തിലല്ല, എല്ലാം സുഖകരമായിട്ട് മുൻപോട്ട് കടന്നു പോകുന്ന ഒരു സ്ഥാനത്തല്ല. നിങ്ങൾ നിൽക്കുന്നത് എവിടെയാ? നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന ഏതാ? അഗ്നിശോധന. നിങ്ങൾ മനസ്സിലാക്കണം, ശോധന എന്ന് പറയുന്നത് വെറും ശോധനയല്ല, അഗ്നിശോധനയാ. ഈ അഗ്നിശോധനയാണെങ്കിലും ദൈവത്തിന്റെ ദാസൻ പറഞ്ഞൊരു വേർഡുണ്ട്. എന്തുകൊണ്ട് ഈ അഗ്നിശോധന? അവിടെ ആദ്യം തുടങ്ങിയ വേർഡ് പ്രകാരമാണ്, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങളെ ഒന്ന് പരീക്ഷിക്കുവാൻ അഥവാ നിങ്ങളെ ഒന്ന് ടെസ്റ്റ് ചെയ്യുവാനാണോ ഈ അഗ്നിശോധന കടന്നു വന്നത്? ദൈവത്തിന്റെ മക്കളെ മനസ്സിലാക്കണം, അഗ്നിശോധന എന്ന് പറയുന്നത് എന്തായിരിക്കുന്നു? വായിച്ചാട്ട് ഒരു വാക്യം കൂടെ, പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യം വായിച്ചാട്ട്. 3-6. അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി. 6-ാമത്തെ വാക്യം കൂടെ. അതിൽ ഇപ്പോൾ നിങ്ങൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിക്കേണ്ടി വന്നു. നിങ്ങൾക്കൊരു പരീക്ഷ കടന്നു വന്നു, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് കടന്നു വന്നു, നിങ്ങൾക്ക് ട്രയൽസ്. ആ ട്രയൽസിനെ കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുക ഒരു ചെറിയ കഷ്ടതയല്ല. പിന്നീട് 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ഭാഗം പറയുന്നത് അഗ്നിശോധനയാ എന്ന് പറഞ്ഞാൽ വളരെ കഠിനമായിരിക്കുന്ന ശോധന. അപ്പോൾ ഇവർ നിൽക്കുന്നത് എവിടെയാ നിൽക്കുന്നത്? ഈ 12 ഗോത്രങ്ങളെ വെച്ചിരിക്കുന്നത് തീയുടെ നടുവില എന്ന് പറഞ്ഞാൽ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു സുഖകരമായിരിക്കും ജീവിതമല്ല, പിന്നെയോ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഏതോട് അടങ്ങിയതാ? കഷ്ടതയും കൂടെ അടങ്ങിയത്. വായിച്ചാട്ട് 1 തിമോത്തിയോസ് ലേഖനം 2 തിമോത്തി chapter 3 verse 12. 2 തിമോത്തിയോസ് 3-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. എന്നാൽ ക്രിസ്തേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. അപ്പോൾ എന്താ അവിടെ പറയുന്നത്? ആരെല്ലാം ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നുവോ അവർക്കെല്ലാം എന്തുണ്ടാകും? ഉപദ്രവം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഭൗതിക പ്രശ്നങ്ങളെക്കുറിച്ചല്ല ഞാനിവിടെ പറഞ്ഞു വരുന്നത്. ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, അഥവാ ഈ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി സാക്ഷ്യം വഹിപ്പാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ വിളിച്ചു വരുത്തുന്നതാണ് ശത്രുക്കൾ എന്ന് പറയുന്നത്. ഒരു വാക്യത്തിൽ കൂടെ മുൻപെടുക്കും. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം, മത്തായി 10-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം, 36-ാമത്തെ വാക്യം കൂടെ, 34 and 36.
കർത്താവായ യേശു പറഞ്ഞു, ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നുവെന്ന് നിങ്ങൾ നിരൂപിക്കരുത്. കർത്താവായ യേശു ക്രിസ്തു സമാധാനമില്ലായ്മ കൊണ്ടാണോ വന്നത്? അല്ല. കർത്താവായ യേശു വന്നത് സമാധാനത്തിന് വേണ്ടിയാ. പക്ഷെ എന്തുകൊണ്ട് യേശു പറഞ്ഞു ഞാൻ സമാധാനം വരുത്തുവാനല്ല വാൾ വരുത്തുവാൻ അത്ര വന്നത്? അതിന്റെ കാരണം താഴെ പറയുന്നുണ്ട്, വായിച്ചോട്ടെ. എന്താ അവിടെ സംഭവിക്കുന്നത്? കർത്താവായ യേശു പറഞ്ഞു, മക്കളെ ആരോട് എഗൻസ്റ്റ് ആക്കും? അമ്മയപ്പന്മാർ. മകള് അമ്മയപ്പന്മാരുടെ എതിരായി എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ തന്നെ എന്തുണ്ടാകും? ഡിവിഷൻസ് ഉണ്ടാകും. എന്തുകൊണ്ട് ആ ഡിവിഷൻസ് ഉണ്ടാകാൻ കാരണമെന്ന്? ആ ഡിവിഷൻസ് ഉണ്ടാകാൻ കാരണമുണ്ട്. വായിച്ചോട്ട് അതിൻ്റെ നെക്സ്റ്റ് 37th വേഴ്സ്. എന്നെക്കാൾ അധികം, ഇവിടെ അതിൻ്റെ വിഷയം. എന്തുകൊണ്ടാണ് അവർ നമുക്ക് ശത്രുക്കളാകുന്നത്? എന്നെക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ. നിങ്ങൾ മനസ്സിലാക്കണം, പ്രശ്നം വിളിച്ചു വരുത്തുകയാണെങ്കിലും നിങ്ങൾ ഒന്ന് ഓർക്കേണ്ടത് ഒരു പർട്ടിക്കുലർ സമയത്തേക്ക് മാത്രമേ ഉള്ളൂ. എല്ലാ കാലവും ഇത് വരുത്തിയില്ല. കാരണം ഒരുത്തൻ ക്രിസ്തുവിലായാൽ എന്ത് സംഭവിക്കുന്നു? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. അപ്പോൾ നമ്മുടെ ഹോൾ കുടുംബം ദൈവത്തെ കണ്ടുമുട്ടും. പക്ഷേ അതിന് ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട്. ഈ ടൈം ഗ്യാപ്പിനകത്താണ് എന്ത് കിടക്കുന്നത്? എല്ലാവരും നമുക്ക് ഒപ്പോസ് ചെയ്യുന്നത്, എല്ലാവരും നമ്മളെ എതിർക്കുന്നത്. ഈ എതിർക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ സംഭവിക്കുന്നത്? ദൈവത്തെ കണ്ടുമുട്ടിയത് കൊണ്ട് എൻ്റെ വീട്ടിൽ എന്തായിത്തീർന്നു? പ്രശ്നമായിത്തീർന്നു. ദൈവത്തെ കണ്ടുമുട്ടിയത് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടായിത്തീർന്നു. എന്നാൽ ഒന്ന് ചിന്തിക്ക്, വല്ല പൊത്തുവരുത്ത രീതിയിൽ അങ്ങ് പോകാനായിട്ട് ആഗ്രഹിച്ചാൽ എന്തേലും ബുദ്ധിമുട്ട് വരുമോ? രക്ഷിക്കപ്പെട്ടതും നാട്ടുകാരെ അറിയിക്കുന്നില്ല, വീട്ടുകാരെ അറിയിക്കുന്നില്ല, സ്നാനപ്പെട്ടതും വീട്ടുകാരെ അറിയിക്കുന്നില്ല. ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ? വില കൊണ്ടാകുമോ? ഒന്ന് പറഞ്ഞാട്ടെ. ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. എന്നാ ഒന്ന് പറഞ്ഞേ, ഇത് രണ്ടും ചെയ്തെന്ന് എന്തായിരിക്കും അടുത്തത്? എന്താ കാരണമെന്നാ? അവിടെ സംഭവിക്കേണ്ടതാണ്. എന്നാൽ ഒരു കാര്യം കർത്താവ് പറഞ്ഞു, എന്തുകൊണ്ട് കുഞ്ഞെ നിന്റെ ജീവിതം സംഭവിക്കണം? കാരണം യേശു പറയുന്നു, എന്നെക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് കൊള്ളാവുന്നവനല്ല. എന്താ കാരണം എന്നാ അവിടെ പറഞ്ഞത്? എന്നെക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുവാനായിട്ട് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? അപ്പനെയും അമ്മയേക്കാൾ ഉപരിയായിട്ട് ഞാൻ ആരെ സ്നേഹിക്കേണ്ടതായിട്ട് വരുന്നു? ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിൻ്റെ കൽപ്പനയെ ഞാൻ പ്രമാണിക്കും. കൽപ്പനയെ ഞാൻ പ്രമാണിക്കുമ്പോഴാണ് എല്ലാം എനിക്ക് പ്രതികൂലമാകുന്നത്. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ ദൈവമക്കളായി ജീവിക്കാൻ ആഗ്രഹിച്ചാൽ നമ്മൾ വിളിച്ചു വരുത്തിയില്ലെങ്കിലും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ അങ്ങോട്ട് വിളിച്ചു വരുത്തിയില്ലെങ്കിലും എന്ത് ചെയ്തിരിക്കുക? നമ്മൾ തീയുടെ നടുവിലാണ്. മറ്റുള്ള പ്രശ്നങ്ങളെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ദൈവഹിതത്തിന് വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹം മുഖാന്തരമായിട്ട് ദൈവത്തെ കൂടുതലായിട്ട് ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് ആ സ്നേഹം വെളിപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ നിൽക്കുന്നത് തീയുടെ നടുവിലാണ്. പക്ഷെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ തീ ആർക്ക് വെച്ചിരിക്കുന്നതാ? ദൈവമക്കൾക്ക് ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് തീയുടെ നടുവിലാണ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, ഈവൻ ഞാൻ നിൽക്കുന്നത് തീയുടെ നടുവിലാകുന്നുവെങ്കിലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷിക്കുവാൻ സാധിക്കും. ഞാൻ നിൽക്കുകയല്ല, പിന്നെയോ എന്നെ ആരോ ചുമലിൽ വഹിച്ചിരിക്കുക. ശ്രദ്ധിക്കണേ ഞാൻ പറഞ്ഞ ബോർഡ്. ആ തീയുടെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. തീച്ചുളയിലാണ്, അഗ്നിശോധനയിലാണ് ഞാൻ നിൽക്കുന്നത്. ചുറ്റുപാടുകൾ മുഴുവൻ തീ ജ്വാലയാണ്. അതിൻ്റെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു പക്ഷേ ഞാൻ ചിന്തിക്കുമായിരിക്കാം, ഈ അഗ്നിജ്വാലയുടെ നടുവിൽ കടന്ന് ഞാൻ ദഹിച്ചു പോകുമെന്ന് ചിന്തിക്കുമായിരിക്കാം. എന്നാൽ ഒരു ദൈവവേദന മറന്നു കളയാതെ ഓർക്കേണ്ട ഒരു വിഷയമാണ്, ഈവൻ അഗ്നിജ്വാലയുടെ നടുവിലായിരിക്കാം നീ നിൽക്കുന്നത്, എങ്കിലും മറന്നു കളയരുത്, ഒരുവൻ നിന്നെ ചുമലിൽ വഹിച്ചിരിക്കുക.
ഇന്ന് ഏതെല്ലാം പ്രതികൂലങ്ങൾ കൂടെ നമ്മൾ കടന്നു പോകുന്നുവോ, ഏതെല്ലാം പ്രയാസങ്ങൾ കൂടെ, ഭാരങ്ങൾ കൂടെ കടന്നു പോകുന്നുവോ, നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും ഒരുപക്ഷെങ്കിലോ എൻ്റെ ജീവിതം നശിക്കും എന്ന് ചിന്തിച്ചാലും ഒന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു കാരണവശാലും നശിക്കത്തില്ല. കാരണം ആ തീയുടെ നടുവിൽ ഞാൻ ആയിരിക്കുന്നുവെങ്കിലും ഒരുവൻ എന്നെ ചുമലിൽ വഹിച്ചിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ ഈ ഭാഗം? മഹാപുരോഹിതൻ ദൈവസന്നിധാനത്തിൽ കടന്നു ചെല്ലുമ്പോൾ, ദൈവസന്നിധാനത്തിൽ മഹാപുരോഹിതൻ ആയിരിക്കുമ്പോൾ, ഞാൻ മഹാപുരോഹിതൻ ദൈവസന്നിധാനത്തിൽ ഇസ്രായേൽ മക്കളെ വഹിക്കുന്നതോ അവരുടെ സകലവിധമായിരിക്കുന്ന പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ, അവരുടെ ഭാരങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും നടുവിലോ, അവരുടെ വേദനയുടെയും കണ്ണുനീരുടെയും നടുവിലോ ദൈവം അവരെ ചുമലിൽ വഹിച്ചിരിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ ഇന്ന് കർത്താവായ യേശു ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. യേശുവാണ് ശ്രേഷ്ഠ മഹാപുരോഹിതനെങ്കിൽ ഇന്ന് ഞാൻ ഇന്നായിരിക്കുന്ന തീച്ചൂളയുടെ നടുവിലെന്ന് ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുമായിരിക്കാം. ഒരുപക്ഷെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾ മനസ്സിലാക്കുമായിരിക്കാം നിങ്ങൾ തീച്ചൂളയുടെ നടുവിലാകുന്നു എന്നുള്ളത്. എന്നാൽ ഒരു ഉറപ്പ് ഇന്ന് രാത്രി പറയുവാൻ സാധിക്കും, നിങ്ങൾ ആയിരിക്കുന്ന തീച്ചൂളയുടെ നടുവിലാകുന്നുവെങ്കിലും അവൻ്റെ ചുമലിലാണ് നിങ്ങളായിരിക്കും. അവൻ്റെ ചുമലിലായിരിക്കുന്നുവെന്ന് മാത്രമല്ല എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? അവൻ്റെ മുൻപിലാണ് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ കർത്താവായ യേശുക്രിസ്തു ഇന്ന് നിൽക്കുന്നത് പിതാവിൻ്റെ വലത് ഭാഗത്ത്. യേശുക്രിസ്തു അവിടെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുവെങ്കിൽ എന്നെയും നിങ്ങളെ തോളിൽ വഹിച്ചിരിക്കുന്ന കർത്താവ് എന്നെയും നിങ്ങളെ കൊണ്ട് തോളിൽ വഹിച്ച് നിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ മുൻപിലാണ് നിർത്തിയിരിക്കുന്നത്, ദൈവത്തിന് മുൻപിൽ. അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കണം, എൻ്റെ ഉള്ള അവസ്ഥ എന്തെന്നുള്ളത് ഞാൻ അറിയുന്നത് പോലെ തന്നെ ഒരാളോട് അറിയുന്നു. ആരറിയുന്നു? ദൈവം അറിയുന്നു. എൻ്റെ ഭാരം എന്തെന്നുള്ളത് ഞാൻ അറിയുന്ന പോലെ തന്നെ ഒരാളോട് അറിയുന്നു. ആര്? എൻ്റെ ദൈവം. എൻ്റെ വേദന എന്തെന്നുള്ളത് എന്നെ പോലെ തന്നെ എൻ്റെ ദൈവം മനസ്സിലാക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണമേ, ഞാനും നിങ്ങളും വേദനയിൽ കൂടെ കടന്നു പോകുമ്പോൾ, അഗ്നിശോധനയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിങ്ങളും ഒറ്റപ്പെട്ടവരായിട്ടല്ല ആയിരിക്കുന്നത്. എന്നെയും നിങ്ങളെ ഉള്ളതുപോലെ മനസ്സിലാക്കുന്ന ഒരു നല്ല കർത്താവ് എന്നെയും നിങ്ങളെയും എപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കുക. അവൻ്റെ കൺമുൻപിൽ ഞാനുണ്ട്, അവൻ്റെ കൺമുൻപിൽ നാം ഉണ്ട്. പ്രിയപ്പെട്ട, അതുകൊണ്ട് ചിന്തിക്കരുത് എല്ലാം എനിക്ക് സുഖമായി. പക്ഷെങ്കിൽ ആയിരിക്കുന്നത് എവിടെയായിരിക്കുന്നതോ? തീയുടെ നടുവിൽ ദൈവമക്കൾക്ക് വെച്ചിട്ടുള്ളതാണ്. ഒരു തീയുടെ അനുഭവം വെച്ചിട്ടുണ്ട്, അഗ്നിശോധന ദൈവം വെച്ചിട്ടുണ്ട്. എന്നാൽ എന്തിനു വേണ്ടിയാത്? ദൈവം നമ്മളെ ഒന്ന് തെളിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്ത്? കൊള്ളാവുന്നവരായി തെളിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് വേണ്ടി ഉള്ളവരാണ്. ഏത് പ്രതികൂലങ്ങൾ കടന്നു വന്നാലും ഞാൻ ഈ ദൈവത്തെ വിട്ട് മാറത്തില്ല എന്ന് വെളിപ്പെടുത്തുവാനാണ് ദൈവം ഈ പ്രതികൂലങ്ങളെ കൊണ്ട് മുമ്പിൽ വെച്ചിരിക്കുന്നത്. ആ പ്രതികൂലങ്ങളുടെ നടുവിൽ ഞാൻ ചെയ്യുന്ന ദൈവത്തോട് മുറുകെപ്പറ്റി ചേർന്നുകൊണ്ട് ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുന്നതുകൊണ്ട് ദൈവം എന്നെ വിടുവിക്കുക ചെയ്യുന്നു. ഞാൻ ആ പ്രശ്നത്തിൽ കിടക്കുകയല്ല, ദൈവം എന്നെ വിടുവിക്കുക. എന്നാൽ ആ പ്രശ്നത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിക്കുമ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രശ്നം മാറിയെന്നല്ല, ഒരു പക്ഷെങ്കിൽ അടുത്ത് വീണ്ടും ഒരു പ്രോബ്ലം കടന്നു വരുവാൻ സാധിക്കാം. അതിനേക്കാൾ ഉപരിയായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. എന്നാൽ ഏതെല്ലാം പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും അവൻ എന്നെ അവൻ്റെ ചുമലിൽ വഹിച്ചുകൊണ്ടേയിരിക്കുക. ഉള്ളതുപോലെ അവൻ കാണുന്നു. ദ വേ, ഏത് അവസ്ഥ എന്നുള്ളത്, എവിടെയാണ് ഞാൻ നിൽക്കുന്നുവെന്നുള്ളത്, എന്താണ് എൻ്റെ സിറ്റുവേഷൻ എന്നുള്ളത് അവൻ നന്നായിട്ട് മനസ്സിലാക്കുന്നു. ഇന്ന് രാത്രി ആ ഒരു ചിന്തയോടുകൂടി ഞാനിവിടെ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. നമുക്കുള്ളൊരു മഹാപുരോഹിതൻ നമ്മുടെ ഉള്ളവസ്ഥയെ കണ്ടുകൊണ്ട്, ഉള്ളവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ തീയുടെ അവസ്ഥ അവൻ കണ്ട് അവൻ ദൈവത്തിന് മുൻപാകെ നമുക്ക് വേണ്ടി പക്ഷപാതം വഹിക്കുന്നു. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട്.